എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോയിഡ് ഇൻവെർട്ടർ AC-യുടെ PCB ആണ് നോക്കുന്നത്. ഇതൊരു കോംബോ ബോർഡാണ്. മെഗ്മീറ്റിൻ്റെ F1 PCB 1.7 വെർഷനിൽ വരുന്ന ബോർഡാണ്. അപ്പോൾ ഈ ഒരു PCB കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് E6 എന്നുള്ള എറർ കോഡുമായിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ച് E6 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. നമുക്കിത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ പിന്നെ വയറിങ് ചെയ്തിട്ടുണ്ട്. ഫാൻ മോട്ടർ കംപ്രസറിൻ്റെ കണക്ഷനൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിനകത്തുള്ള E6 എന്നുള്ള എറർ കോഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് വെക്കുകയാണ്. ഇങ്ങനെ വെക്കുക. നമുക്ക് പ്രിൻറ്റിങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻറ്റിങ് സൈഡിലാണ് ഈ ഒരു ബോർഡിൽ ഒരു ഇൻഡിക്കേഷൻ LED, അത് ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ LED വരുന്നത്. അപ്പോൾ ആ ഇൻഡിക്കേഷൻ LED E6-ൽ 2 തവണ LED ബ്ലിങ്ക് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ എറർ കോഡ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് E6 എന്നുള്ളത് 2 ടൈം ബ്ലിങ്കിങ് ആണ്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ മെഷീൻ കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട്. ഇതാണ് ഈ ഒരു PCB-യിൽ വന്നിരിക്കുന്നത് കംപ്ലൈൻ്റ് എന്ന് നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ചെയ്തിട്ട് ഈ ഒരു LED 2 ടൈം ബ്ലിങ്കിങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിത് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തു. ഓക്കെ, ഇൻഡോർ ഓൺ ആയിട്ടുണ്ട്. ഔട്ട്ഡോറിൽ സപ്ലൈ എല്ലാം വന്നിട്ടുണ്ട്. ഔട്ട്ഡോറിൽ സപ്ലൈ വന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു റെഡ് കളർ LED കത്തിക്കിടക്കുന്നത്. നമുക്ക് വെട്ടം ഒരു പ്രശ്നമാണ്, എന്നാലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റെഡ് കളർ LED. അപ്പോൾ നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇൻഡോറിനകത്ത് E6 എന്നുള്ള ആ ഒരു എറർ കോഡ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങനെ ചെക്ക് ചെയ്യുക. ഇവിടെ തന്നെ E6 എന്നുള്ള എറർ കോഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഔട്ട്ഡോറിൽ എറർ വരുന്നില്ല. ഔട്ട്ഡോറിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല, അത് കത്തി തന്നെയാണ് കിടക്കുന്നത്. ഔട്ട്ഡോറിൽ നമുക്ക് എറർ മസ്റ്റായിട്ട്, കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ എറർ മസ്റ്റായിട്ട് വരണം. 2 ടൈം ബ്ലിങ്ക് ചെയ്യണം, പക്ഷേ അത് ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഔട്ട്ഡോറിലോട്ടുള്ള ഈ MCയിലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മൾട്ടിമീറ്റർ ഞാനിപ്പോൾ DC മോഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 15 വോൾട്ട് ചെക്ക് ചെയ്യാം. 15 വോൾട്ട് പ്രസൻ്റ് ആണ്. 12 വോൾട്ട് ചെക്ക് ചെയ്യാം. അവിടെ 13 വോൾട്ട് ഉണ്ട്. 13.2 ബ്രിഡ്ജ് ചെയ്ത് വരുന്നതുകൊണ്ടിട്ടാണ് കറക്റ്റ് ഈ ഡയോഡ്, ഈ 3 ഡയോഡ് ഇട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നത് കൊണ്ടിട്ട് കറക്റ്റ് ഒരു വോൾട്ടേജ് 12 വോൾട്ട് ഒരു ശകലം കൂടി എനിക്ക്, അത് കുഴപ്പമില്ല. അത് 3.3 വോൾട്ട് അതും പ്രോപ്പറായിട്ടുണ്ട്. കറക്റ്റ് 3.25 വോൾട്ട്, കുറച്ച് അധികമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മെയിൻ IC-യിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സെൻസർ, ഔട്ട്ഡോറിൽ വരുന്ന സെൻസർ കാര്യങ്ങൾ നമ്മൾ ഊരിയിടുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ 3 സെൻസർ ഊരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് സെൻസറിൻ്റെ എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ LED സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ആ LED സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എറർ കോഡ് ഇത് ഓൺ ചെയ്ത ഉടനെ സെൻസറിൻ്റെ ആ ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആ സെൻസറിൻ്റെ എറർ തരും. അത് നമുക്ക് എറർ കോഡ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഡിസ്ചാർജ് സെൻസർ, ആംബിയൻറ്റ് സെൻസർ, ഓയിൽ സെൻസർ, ഈ 3ൻ്റെ എറർ വരണം. 3ൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ എറർ ആദ്യമേ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു മെയിൻ IC നമുക്കിവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കിപ്പോൾ വോൾട്ടേജും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. മെയിൻ ICക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓഫ് ചെയ്യണം. ഞാൻ പവർ ഓഫ് ചെയ്ത് എല്ലാം ഊരിയിട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു വോൾട്ടേജ് മുഴുവനും ഡിസ്ചാർജ് ആവട്ടെ. നമുക്ക് മൾട്ടിമീറ്റർ ഓംസ് മോഡിലിടാം. ഈ മോഡിൽ ഇട്ടിട്ട് ബ്ലാക്ക് പ്രോബ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 3.3 വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 3.3 വോൾട്ട് എന്ന് പറയുന്നത് 11.42 ഓംസ്, അതായത് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. എന്തൊക്കെ കമ്പോണൻസുകളാണ് ഈ 3.3 ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ EEPROM ചിപ്പുണ്ട്, മെയിൻ IC ഉണ്ട്, ഈ 2 കമ്പറേറ്റർ IC ഉണ്ട്.
ബാക്കി ഇവിടെ വേറെ PWM IC വരും, ഗേറ്റ് ഡ്രൈവർ IC വരും. ഇത് 2 ICകളും 15 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ 4 ICകളും 3.3 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ 3 എണ്ണത്തിലും ഈ 4 ICയിലും ഏതെങ്കിലും ഒരു IC ഷോർട്ടിങ് വരാം. ഇപ്പോൾ നമുക്ക് ഈ എറർ കോഡ് വരാത്തത് കൊണ്ട് മെയിൻ ICയെ തന്നെ നമുക്ക് ഇതിന് കംപ്ലൈൻ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ മെയിൻ IC ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന് അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ICയിലോട്ട് പോകുന്ന ലൈൻസുകൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മെയിൻ ICയിലോട്ട് പോകുന്ന 2 ലൈന് ഞാൻ ഡിസ്കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 14 അപ്പോഴും ഷോർട്ടിങ് കാണിക്കുകയാണ്. ഇനിയുള്ളത് ഈ 2 കമ്പറേറ്റർ ICയാണ്. ഈ 2 കമ്പറേറ്റർ ICയുടെ ഡിസ്കണക്ഷൻ കൊടുക്കുക. ഈ കമ്പറേറ്റർ ICയും ഞാനിപ്പോൾ ഡിസ്കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ പോകുന്ന ആ 3.3 ലൈന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3.3 ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 1.5 കിലോ ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് ഈ 2 കമ്പറേറ്റർ ICയുടെ ലൈനും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ 33 ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് ഈ കമ്പറേറ്റർ IC ഷോർട്ടാണ്. ഇവിടെ 24 ഓംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പറേറ്റർ ICയും ഷോർട്ടാണ്. അതായിരുന്നു 14 ഓംസ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി മെയിൻ ICയുടെ ലൈന് അതുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ 65 ഓംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ IC ഷോർട്ടാണ്. ഇത് മെയിൻ ICയുടെ വേറൊരു ലൈനാണ്. അവിടെ 132 കാണിക്കുന്നുണ്ട്. അതായത് ഈ മെയിൻ ICയും 2 കമ്പറേറ്റർ ICയും ഷോർട്ടിങ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു 3 ICയും ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻ IC ഊരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം സൂക്ഷിച്ച് വേണം ഊരാൻ. അല്ല എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു കമ്പറേറ്റർ IC എന്ന് പറയുന്നത് SGM 722 എന്ന് പറയുന്ന കമ്പറേറ്റർ IC ആണ് ഇതിനകത്ത് വരുന്നത്. ഒരെണ്ണം അഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇപ്പോൾ 2 കമ്പറേറ്റർ IC അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ IC. അത് നമുക്ക് ബ്ലോവർ വെച്ചാണ് ഇളക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ IC. ആ മെയിൻ IC നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഡുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ 3.3 ഡിസ്കണക്ഷൻ ചെയ്ത എല്ലാ ലൈനുകളും നമ്മൾ തിരിച്ച് സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ 3.3 ലൈനിലുള്ള എല്ലാം നമ്മൾ തിരിച്ച് അതേ കണക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതേ കണക്കിന് നമുക്ക് ആ ഷോർട്ടിങ്ങിൻ്റെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 3.3 ലൈനിൽ ഇപ്പോൾ നമുക്ക് 241. അപ്പോൾ ഇനിയും എന്തൊക്കെയോ ഷോർട്ടിങ് ഉണ്ട്. കാര്യം ഇവിടെ നമുക്ക് 600 സംതിങ് വരണം. അപ്പോൾ അതെവിടെയാണെന്നുള്ളത് നമുക്ക് തിരഞ്ഞു പിടിച്ച് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ വരുന്നത് SGM കൊടുത്തിട്ടുണ്ട്. SGM 722. അപ്പോൾ ഈ SGM 722ൻ്റെ 2 കമ്പറേറ്റർ IC ആണ് നമുക്കിവിടെയും ഇവിടെ 2 ഇടത്തും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ IC എന്ന് പറയുന്നത് F28 സീരീസിൽ പെടുന്ന ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ IC ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നത് YF35 HB ആണ്. അതാണ് ഈ IC. പുതിയ ബ്രാൻഡ് ന്യൂ ഫ്രഷ് IC ആണ്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു സ്റ്റിക്കറിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും YF35 HB. ഓക്കെ, അപ്പോൾ ഈ IC ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു 2 കമ്പറേറ്റർ ICയും സെറ്റ് ചെയ്ത് അതിന് മുന്നേ
ഇവിടെ നമുക്കൊരു ഷോട്ടിങ് കൂടെ കാണുന്നുണ്ട്. 240 ഓംസാണ് കാണിക്കുന്നത്. ആ ഷോട്ടിങ് എവിടെയാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ IC എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഇച്ചിരി കൂടെ സമയമെടുക്കും. ഇത് ഈ മെയിൻ IC സെറ്റ് ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജമ്പറിങ് ഒന്നും വരാൻ പാടില്ല. നല്ല രീതിയിൽ ഇതിൽ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വരാം. നമ്മുടെ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പുതിയ IC സെറ്റ് ചെയ്തു. പുതിയൊരു 2 കംപ്രേറ്റർ IC സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ബോർഡ് ഫുള്ള് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കംപ്രസർ എടുക്കുന്ന രീതി ഒന്ന് നോക്കാം. ഞാനത് പവർ ഓൺ ചെയ്യണം. ഓക്കെ, പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട് ഔട്ട്ഡോറിൻ്റെ. പെട്ടെന്ന് കംപ്രസർ എടുക്കുക. നമ്മൾ ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കംപ്രസർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കംപ്രസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ ബോർഡ് ഞാൻ ഒരുപാട് നേരം ഓടിച്ച് നോക്കിയായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്കയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യാം. കുറച്ച് കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നേരത്തെ നമുക്കിതിൽ നമ്മൾ ഈ ഒരു മെയിൻ IC ഇളക്കി, നമ്മുടെ കംപ്രേറ്റർ IC ഇളക്കി, എന്നിട്ട് നമ്മൾ 3.3 ആ ഒരു ഷോട്ടിങ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്കതിൽ 240 ഓംസിൽ പിന്നെയും ഷോട്ടിങ് ഉണ്ടായിരുന്നു. നമുക്ക് വരേണ്ടതെന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഇതിനകത്ത് ആ ഷോട്ടിങ് ഇല്ല. നമുക്കിപ്പോൾ വരേണ്ട ആ ഒരു ഓംസ് എന്ന് പറയേണ്ടത് നമുക്കൊരു 400-450 മുകളിൽ, അതായത് 500, ചിലതിലൊക്കെ 600 നിൽക്കും. ഇതിന് മുകളിലോട്ട് വേണം വരാൻ. എന്തായാലും ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഓഫ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ്. അത് കറക്റ്റ് കുറഞ്ഞ് ഏകദേശം ഒരു 700 ഓംസിനകത്ത് ഇത് നിൽക്കും. ഇപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർജ് ഇതിനകത്ത് നിൽപ്പുണ്ട്. അത് ഫുള്ള് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാലേ അത് വരത്തുള്ളൂ. ഇപ്പോൾ കുറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ അത് 1 കിലോ ഓംസായി. ഇനി ഇത് കുറഞ്ഞ് ഏകദേശം ഒരു 700 ഓംസിന് അടുപ്പിച്ച് ഇതിവിടെ നിൽക്കും. ഇതാണ് ഇതിനകത്ത് വരേണ്ട ആ ഒരു ഓംസ് എന്ന് പറയേണ്ടത്. അതായത് ഗ്രൗണ്ടും 3.3. പക്ഷെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 IC ഇളക്കിയെടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 240 ഓംസായിരുന്നു കിട്ടിയത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള EEPROM ചിപ്പായിരുന്നു. ഈ EEPROM ചിപ്പും കൂടെ ഷോർട്ടിങ്ങായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 4 IC ആണ് ഇതിനകത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് നമ്മുടെ മെയിൻ IC, 2 കംപ്രേറ്റർ IC, പിന്നെ 1 ഈ ഒരു EEPROM ചിപ്പ്. ഇത് 3 ഷോർട്ടിങ്ങായി പോയി. ഇതിപ്പോൾ 3 ഈ 4 IC മാറിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇത് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബോർഡിൽ ഇത്രയും ICകൾ പോവാൻ, ഇത്രയും ഡാമേജസ് വരാൻ കാരണം എന്താണെന്ന് നോക്കാം. അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും നമ്മുടെ ഈ സെൻസർ ഇഷ്യൂസ് കൊണ്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഇതാണ് ഇതിൻ്റെ ഡിസ്ചാർജ് സെൻസർ. ഈ ഡിസ്ചാർജ് സെൻസർ ഇഷ്യൂ ആയിട്ടാണ് ഇത്രയും IC പോയത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്ചാർജ് സെൻസർ എന്ന് പറയുന്നത് വേറൊരു പുതിയ ഒരു 50Kയുടെ ഡിസ്ചാർജ് സെൻസറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതുണ്ടല്ലോ, ഈ ഒരു ഡിസ്ചാർജ് സെൻസറാണ് ഞാനിവിടെ കൊടുത്തത്. ഈ ഒരു ഡിസ്ചാർജ് സെൻസർ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു IC ഒക്കെ കംപ്ലൈൻ്റ് ആയി പോകുന്നത് അല്ലേ? അപ്പോൾ അതിനും ഒരു കാരണമുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സെൻസറിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ഈ വയർ ഇതിനകത്തുനിന്ന് ഊരിയെടുക്കണം. ഈ വയർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വയറിൻ്റെ ഇവിടെ കണ്ടല്ലോ, ഇത്രയും പാർട്ട്, ഈ വയറിൻ്റെ ഇത്രയും പാർട്ട് കണ്ടോ,
അതായത് ഈ പാർട്ട് അവിടുത്തെ ഈ ഒരു വയറിൻ്റെ ആ ഒരു ഇൻസുലേഷൻ പോയിട്ട് ഇത് ഡയറക്റ്റ് ബോഡിയുമായിട്ട് ടച്ചായി. അതായത് അതുകൊണ്ട് ഇവിടെ അതുണ്ടോ, ഇവിടെ ഒരഞ്ഞ് ആ ബോഡിയായിട്ട് കിടന്ന് വൈബ്രേഷനിൽ ഒരഞ്ഞ് ഇത് ഈ വയറിൻ്റെ ഈ ഒരു സെൻസറിൻ്റെ വയർ ബോഡിയായിട്ട് ടച്ചായി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഫേസും എർത്തിങ്ങുമായിട്ട് ഷോർട്ടാവും. ആ ഒരു ഹൈ വോൾട്ടേജ്, ഇതിന് ഈ ഹൈ വോൾട്ടേജ് എന്ന് പറയാം, ആ ഒരു ടച്ചിങ്ങാണ് ഇപ്പോൾ ഈ ഒരു ബോർഡ് ഇത്രയും കാര്യങ്ങൾ പോകാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതേ കണക്ക് ഒരഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഒരു സെൻസറും നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. അത് ഈ പി സിയിൽ മാത്രമല്ല, ബ്രാൻഡഡ് ആയിരുന്നു കഴിഞ്ഞാലും നോൺ ബ്രാൻഡഡ് ആയി കഴിഞ്ഞാലും എല്ലാത്തിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. സെൻസറിൻ്റെ വയർ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3.3 വോൾട്ട് ബോഡിയുമായിട്ട് ടച്ചായി കഴിഞ്ഞാൽ അതുമായിട്ട് കിടക്കുന്ന, അതായത് ആ ഒരു വോൾട്ടുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഐ സിയും പോവും. ഇപ്പോൾ ഈ ഒരു 3.3 വോൾട്ട് ബോഡിയുമായിട്ട് ടച്ചായതിലാണ് ഇതിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഈ ഐ സികളെല്ലാം പോയത്, ഈ 4 ഐ സിയും പോയത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയും ആരായിരുന്നാലും നമ്മൾ ഇപ്പോൾ അഴിച്ചിട്ട് നമ്മളെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ബോഡിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ബോഡിയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ഞെരുക്കി അത് വെച്ച് ഫിറ്റ് ചെയ്തിട്ടൊക്കെ വരും. അത് കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഒരഞ്ഞ് ഇതേ കണക്കുള്ള ഡാമേജസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.